പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ആഗോള സഭയുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ് സിറോ മലബാർ സഭ. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. സിറോ മലബാർ സഭയ്ക്ക് പൗരസ്ത്യ ആരാധനാക്രമ പാരമ്പര്യത്തെയും കാലോചിതമായ മാറ്റത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സുദീർഘമായ വർഷങ്ങളിലൂടെ എടുത്ത ഒരു തീരുമാനത്തിൽ ഇനിയും ഐക്യത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇത് എങ്ങോട്ട് പോകും, ഇതെങ്ങനെ പോകുന്നു, എന്താണ് ഇതിന് പ്രതിവിധി, ഇതൊക്കെ സിറോ മലബാർ സഭയേക്കാൾ കൂടുതലായി എന്ന് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. വത്തിക്കാൻ, റോം ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പൗരസ്ത്യ സഭയായ, കൽദായ സഭയായ, സുറിയാനി സഭയായ, സുറിയാനി സഭ എന്ന് പറയുന്നതും കൽദായ സഭ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. ഈ സഭയുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇത്, മറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആഗോള സഭയിൽ ഉണ്ടായിപ്പോയിട്ടുള്ള, ആരുടെയും കുറ്റം കൊണ്ടല്ല, സംഭവിച്ചു പോയിട്ടുള്ള തെറ്റായ ചിന്താഗതികളുടെ ഫലമായി സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അത് എവിടെ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആരാധന ക്രമത്തിലൂടെയുള്ള ആധ്യാത്മിക നവീകരണമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പരിശുദ്ധാരൂപി ആഗ്രഹിച്ചതെങ്കിലും സഭയിൽ സംഭവിച്ചു പോയത് ആരാധനാക്രമത്തിൻ്റെ ബാഹ്യമായ മാറ്റങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനാഭിമുഖമായി പുരോഹിതൻ ബലിയർപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതോട് ചേർന്ന് കാലോചിതമായ മാറ്റം വേണം, ലളിതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ ചുരുക്കുകയും ചെയ്തു. രണ്ടാം വത്തിക്കാൻ കൗൺസില് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് നിൽക്കണമെന്ന്. സമയാസമയങ്ങളിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുത്ത്, കുറച്ച് സമയമുള്ളുവെങ്കിൽ കുറച്ച് സമയമെടുത്ത് ബലി അർപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രാർത്ഥനകൾ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ചു പോയ അപകടം പരമാവധി ചുരുക്കുക എന്ന ഒരു തെറ്റായ മനോഭാവത്തിലേക്ക് വന്നുപോയി. ഇന്ന് പ്രത്യേകമായി സിറോ മലബാർ സഭയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക, മുമ്പുണ്ടായിരുന്ന 4 രീതികളിലുള്ള കുർബാനക്രമങ്ങളെ മാറ്റി ഒരു കുർബാനക്രമത്തിന് അന്തിമമായി രൂപം നൽകിയെങ്കിലും ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത് സൗകര്യോളജിയാണ്, അവനവനോളജിയാണ്, ഗാനമേളോളജിയാണ്. ഇതിൽ നിന്നൊക്കെ മാറി സഭ പറയുന്നത് പോലെ ബലി അർപ്പിക്കാൻ, ആരാധനാക്രമം അനുഷ്ഠിക്കാൻ തയ്യാറാകണം. എങ്ങനെയോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായിപ്പോയ ഒരു തെറ്റായ മനോഭാവമുണ്ട്. പുരോഹിതന് ഇഷ്ടം പോലെ ആരാധനാക്രമം അനുഷ്ഠിക്കാം എന്നുള്ളത്. അങ്ങനെ സിറോ മലബാർ സഭയിൽ പ്രത്യേകമായി ഓരോ കുർബാന പള്ളിയിലും ഓരോ ദേവാലയത്തിലും ഓരോ കുർബാനക്രമം എന്നതുപോലെ ഒക്കെ ആയിപ്പോയി. അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആരാധനാക്രമവും പരിശുദ്ധ കുർബാനയും ഓരോ പുരോഹിതനും സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റം വരുത്താനായിട്ട് യാതൊരു അധികാരവും ഇല്ല. കാരണം ഇവിടെ സഭയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിശ്വാസികൾക്ക് പുരോഹിത നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. വിശ്വാസികളുടെ അവകാശമാണ് സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാനയും ആരാധനാക്രമവും പുരോഹിതനിൽ നിന്ന് പരികർമ്മം ചെയ്ത് ലഭിക്കുക എന്നുള്ളത്. ആ ഒരു തലത്തിലേക്ക് സഭയിൽ മാറ്റം വന്നേ മതിയാകും. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇവിടെ ആവശ്യമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ഓരോ പാസ്റ്റർമാരും ഓരോ രീതിയിൽ സുവിശേഷം പറയുന്നത് പോലെ പുരോഹിതൻ ആരാധനാക്രമവും പരിശുദ്ധ കുർബാനയും പരികർമ്മം ചെയ്യരുത്. രൂപതാ പ്രതിനിധികളുടെയും ആരാധനാക്രമ പണ്ഡിതരുടെയും ഒക്കെ സുദീർഘമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പരിശുദ്ധ കുർബാനയ്ക്കും കൂദാശകൾക്കും ഇനി തുടർന്ന് കൂദാശ അനുകരണങ്ങൾക്കും യാമപ്രാർത്ഥനയ്ക്കൊക്കെ രൂപം നൽകിയിട്ടുള്ളത്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല.
പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ച് പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഇത് സഭ എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരോഹിതരെ സഭയെ അനുസരിക്കുവാനായിട്ട് തയ്യാറാകണം. അതിന് കുറവ് വരുമ്പോൾ വിശ്വാസികളും അത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പുരോഹിതരോട് പറയാനും തയ്യാറാകണം. അങ്ങനെ അടിസ്ഥാനപരമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പുരോഗമനത്തിൻ്റെയും കാലോചിതമായ മാറ്റത്തിൻ്റെയും ഒക്കെ പേരിൽ പ്രൊട്ടസ്റ്റൻ്റ് സമൂഹത്തിൽ കാണുന്ന പ്രവണതകൾ ഇവിടെ വന്നുകൂടിയെങ്കിൽ അതിനോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ദശിതേരിയെ ദശിതരാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചുവെന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാരൂപി സഭയോട് പറയുന്നത് പോലെ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. അവിടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഇതിലേക്ക് ഓരോ ദിവസവും വളരുവാനും പരിശുദ്ധാരൂപി ആഗ്രഹിക്കുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സ്വപ്നം കണ്ട ആ ഐക്യത്തിലേക്ക് വളരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.